അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദ് ലോകമാകമാനം കൊണ്ടാടുന്ന ഈ സുന്ദര സുദിനത്തിൽ ഞാനും നിങ്ങൾക്ക് മുമ്പിൽ അവിടുത്തെക്കുറിച്ച് അല്പം സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. പരകോടി വിശ്വാസികളുടെ ഹൃദയാന്തരം പ്രകാശം പൊഴിക്കുന്ന പൗർണമിയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുത്തെ പ്രകീർത്തനങ്ങൾ വാമൊഴിയാലും വരമൊഴിയാലും അടയാളപ്പെടുത്താൻ അന്ത്യനാൾ വരെ ഒരാൾക്കും സാധ്യമല്ല. അത്രത്തോളം പാരാവാരം പോലെ പരന്നു കിടക്കുകയാണ് മുത്തിന്റെ കീർത്തനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞല്ലോ, അങ്ങയുടെ കീർത്തി നാം ഉയർത്തിയിരിക്കുന്നു എന്ന്. അതെ, ആ കീർത്തന പൂർത്തീകരണം അസാധ്യം തന്നെ. അവിടുത്തെ സ്മരിക്കപ്പെടാത്ത ഒരു സമയവും ഇല്ലെന്നതാണ് സത്യം. സ്വലാത്തിന്റെ സ്വരരാഗങ്ങൾ സദാ ഹബീബിന് സമ്മാനിക്കപ്പെടുമ്പോൾ ഒരു സെക്കൻഡും അവിടുത്തെ പുകഴ്ത്താത്തതായില്ല. മുത്തിന്റെ കീർത്തനത്താളിൽ നിന്നൊരു ചെറുതാള് ഞാനും നിങ്ങൾക്ക് മുമ്പിൽ നിവർത്തി വാക്കുകൾക്ക് വിരാമം കുറിക്കാം. കള്ളിലും കാമക്കൂത്തിലും ലയിച്ചു കണ്ണിൽ കാണുന്നതിനെ മുഴുവൻ ആരാധിച്ചും അരുതായ്മകളിൽ മാത്രം ആനന്ദം കണ്ടെത്തിയിരുന്ന അജ്ഞരായ അധമ വിഭാഗമാ അതായിരുന്നു 6-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ജനത. ഈ സമൂഹത്തിലേക്കാണ് മുത്തുനബിയുടെ യുഗപ്പിറവി. സ്നേഹ സമീപനം കൊണ്ടും സഹന മനോഭാവം കൊണ്ടും സത്യത്തിന്റെ സമ്പൂർണ്ണ സമർപ്പണം കൊണ്ടും ഹ്രസ്വകാലം കൊണ്ട് ആ അധമ വിഭാഗത്തെ സംസ്കാര സമ്പന്നരാക്കി എന്നുള്ളതാണ് മുത്തുനബിയുടെ ഏറ്റവും വലിയ വിജയം. പിറന്നത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ നിർദ്ധയം ജീവനോടെ കുഴിച്ചു മൂടിയ കാട്ടാളന്മാർക്ക് മുമ്പിൽ 2 പെൺമക്കളെ വിദ്യ നൽകി വളർത്തി വലുതാക്കിയവന് പരലോകത്ത് പ്രതിഫല കൂമ്പാരമുണ്ടെന്ന സന്ദേശം എത്തിച്ച് സ്ത്രീകൾക്ക് സ്വത്തവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ച് അവിടുന്ന് ജ്ഞാന വെളിച്ചമേകി സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ വിത്തുകൾ പാകി വർണ്ണവിവേചനത്തെ പടികടത്തി കറുകറുത്ത ബിലാൽ തങ്ങളെയും വെളുവെളുത്ത സൽമാനുൽ ഫാരിസി തങ്ങളെയും സാഹോദര്യത്തിന്റെ ഒരൊറ്റ പൂമാലയിൽ കോർത്തു. ഇങ്ങനെ അവിടുന്ന് രചിച്ച സുഹൃത വിപ്ലവം വിവരിക്കാനാവില്ല. വിമർശകരുടെ ആരോപണ നൂലാമാല പോലെ വാളുകൊണ്ടല്ല അവിടുന്ന് പരിശുദ്ധ ദീനിനെ പടിപടിയായി ഉയർത്തിയത്, മറിച്ച് ഉത്കൃഷ്ടവും വിശിഷ്ടവുമായ സ്വഭാവത്തിലൂടെയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, നബിയെ, അങ്ങ് വിശിഷ്ട സ്വഭാവത്തിന് ഉടമയാണെന്ന്. അവിടുത്തെ സഹന സാമീപ്യം കണ്ട്, സ്നേഹവായ്പ കണ്ട് എത്ര പേരാണ് പരിശുദ്ധ ഇസ്ലാം പുൽകിയത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര ചെയ്യുന്ന വഴിയിൽ എന്നും മലിനമാക്കുന്ന ഒരു ജൂത സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു ദിനം ഈ പതിവ് ദർശിക്കാത്തപ്പോൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പെണ്ണിനെ അന്വേഷിച്ചു. രോഗാവസ്ഥയിലാണെന്നറിഞ്ഞു. സന്ദർശിച്ചു. രോഗശമനത്തിനായി പ്രാർത്ഥിച്ചു. അവൾ അത്ഭുതപ്പെട്ടു. ഞാൻ ഇദ്ദേഹത്തെയാണോ ഇത്ര നാൾ ബുദ്ധിമുട്ടിച്ചത്? ആ സ്വഭാവ മഹിമ കണ്ട് ജൂത സ്ത്രീ ഉടനടി ഇസ്ലാം പുൽകി. ഇങ്ങനെ എത്ര ഉദാഹരണങ്ങൾ. ബോധന വഴിയിൽ കല്ലുകളും മുള്ളുകളും കനൽ ചീളകളും ഒന്നൊന്നായി പതിച്ചപ്പോൾ അവിടുന്ന് സഹിച്ച സഹനത്തിന്റെ പ്രതിഫലങ്ങളാണ് അന്നും ഇന്നും എന്നും ഇസ്ലാമിന്റെ വിജയരഹസ്യം. ഇതര മത നേതാക്കൾക്ക് പോലും ആ മഹത്വത്തെ വാഴ്ത്തേണ്ടി വന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് നമുക്ക് സത്യസരണി സമ്മാനിച്ച മുത്തിനെ സ്നേഹിക്കൽ നമ്മുടെ ബാധ്യതയാണ്. നിങ്ങളുടെ മാതാപിതാ സന്താനങ്ങളെക്കാളും മറ്റെല്ലാത്തിനേക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ആരും പരിപൂർണ വിശ്വാസികളാവില്ല എന്നാണല്ലോ അവിടുന്ന് തന്നെ പഠിപ്പിച്ചത്. ഈ മഹിതമൊഴിമുത്ത് അന്വർത്ഥമാക്കിയാണ് സ്വഹാബത്തും താബിഈങ്ങളും ജീവിതത്തോണി തുഴഞ്ഞത്. കൊലക്കയറിന് മുമ്പിലും സ്നേഹത്തെ ബലിയർപ്പിക്കാത്ത ഉബൈബ് തങ്ങളും തിരുചലന നിശ്ചലനങ്ങളെ അനുധാവനം ചെയ്ത് ഇബ്നു ഉമർ തങ്ങളും തിരുമുത്തിന്റെ വഫാത്ത് അറിഞ്ഞ് അവിടുത്തെ കാണാത്ത നയനങ്ങൾ ഇനി എനിക്കെന്തിന് എന്ന് പറഞ്ഞ് കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് തങ്ങളും തിരുസ്നേഹത്താളുകളിലെ ഒളിമങ്ങാത്ത താരകങ്ങളാണ്. ആ മുത്തിനെ സ്നേഹിച്ചും പ്രകീർത്തിച്ചും അവിടുന്ന് കാട്ടിയ മികച്ച പാതയിൽ ഗമിച്ചും നമുക്ക് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.